ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു എഗ് കബാബിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി 3 മുട്ട ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നന്നായി പുഴുങ്ങിയെടുക്കണം. അപ്പോൾ നമുക്ക് ഈ മുട്ട 4 പീസായി കട്ട് ചെയ്തെടുക്കണം. അത് 2 പീസായി കട്ട് ചെയ്യുക. പിന്നെ ആ പീസിനെ 2 പീസായി കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 4 പീസായാണ് ഞാനിവിടെ മുട്ട കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുട്ടയൊക്കെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുത്തതാണ്. ഇപ്പോൾ ഉരുളൻകിഴങ്ങ് ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. നന്നായി ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി ചോപ്പ് ചെയ്തത്, പിന്നെ ഇത് ഗാർലിക് പൗഡർ ആണ്, അതായത് വെളുത്തുള്ളി പൊടി. അപ്പോൾ വെളുത്തുള്ളി പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉരുളൻകിഴങ്ങൊക്കെ നന്നായി ഉടച്ചെടുക്കണം കേട്ടോ, എന്നാലേ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നന്നായി വേവിച്ച് ഉടച്ചെടുക്കണം. കുക്കറിൽ ഒരു 3 വിസിലാവുന്നത് വരെ ഉരുളൻകിഴങ്ങ് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഉരുളൻകിഴങ്ങിൻ്റെ സ്കിന്ന് കളഞ്ഞാൽ മതിയാകും. പൊട്ടറ്റോ മിക്സിൽ നിന്ന് കുറച്ചെടുത്തൊരു ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് കൈ കൊണ്ടൊന്ന് പരത്തിയെടുക്കുക. നന്നായി ഒന്ന് പരത്തി കൊടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എഗ്ഗിൻ്റെ പീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ എഗ് പീസ് കവർ ചെയ്യത്തക്ക വിധത്തിൽ നമ്മൾ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ പൊട്ടറ്റോ മിക്സ് ഈ എഗ്ഗിൻ്റെ പീസിൻ്റെ മുകളിൽ കവർ ചെയ്യത്തക്ക വിധത്തിൽ നന്നായി ഒന്ന് ഉരുട്ടിയെടുത്താൽ മതിയാകും. ഒരു സിലിണ്ടർ ടൈപ്പിലാണ് നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മൾ ആദ്യം തന്നെ കുറച്ച് മിക്സ് എടുത്ത് ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായി ഒന്ന് പരത്തുക. എന്നിട്ട് ഇതിലേക്ക് ഒരു എഗ് പീസ് വെച്ച് കൊടുക്കാം. ഇനി ഈ എഗ് പീസ് ഒന്ന് കവർ ചെയ്യുക. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റൂട്ടോ. ഇത് വളരെ ഈസി ആയി ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ ഇതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാലും മുട്ടയും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പം ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കബാബ് ഈ മുട്ടയുടെയും പാലിൻ്റെയും മിക്സിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാ കബാബും ഇതുപോലെ തന്നെ ആദ്യം എഗ് മിക്സിലൊന്ന് മുക്കി അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം. അതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇതെല്ലാം ഇപ്പം ഞാൻ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിലൊന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പാം ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ എണ്ണ നന്നായി തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം മാത്രമേ ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എണ്ണ ഒരുപാട് കുടിക്കും. നന്നായി തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. സ്നാക്സ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാകും. അതുപോലെ എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല ചൂട് വേണം എണ്ണക്ക്. അപ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചാൽ നമ്മുടെ സ്നാക്സ് ഒന്നും ഒരുപാട് എണ്ണ കുടിക്കില്ല. ഇതിപ്പോൾ ഒരു വശം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്ക്. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ എഗ് കബാബ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 വശവും ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം.
കുറച്ച് നേരം സ്ട്രൈനറിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇതിൽ എണ്ണയെല്ലാം വാർന്നു പോയിക്കോളും. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ എല്ലാ എഗ് കബാബും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റിയായ എഗ് കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി ഈ വെക്കേഷനിൽ കുട്ടികൾക്ക് 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. ഇനി ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്